നമസ്കാരം. നമസ്കാരം. ഈ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അത്ഭുതകരമായ ബിസിനസ് വിജയത്തിനുള്ള രഹസ്യങ്ങളിൽ അവസാനത്തെ ഒരു പാട്ട്. നമ്മൾ ബിസിനസിന്റെ വിജയത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു മാജിക് ഫോർമുലയെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഈ അത്ഭുതകരമായ വളർച്ചയ്ക്കുള്ള ഒരു മാജിക് ഫോർമുല നമുക്ക് ആവശ്യമാണ്. ഈ മാജിക് ഫോർമുല നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ്സിനെ വളരെ ശക്തമായി വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോകും അല്ലെ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല എന്ന്. ആ ഒരു കാര്യത്തിന് പരിഹാരം നമ്മൾ കാണുക. സമയം കിട്ടാത്തതല്ല വിഷയം, സമയം കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമുള്ള കാര്യം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെ, സ്ഥിരമായി പറയാ, ഐ എം എ പ്രോഫിറ്റ് മേക്കർ എന്നത് മറക്കാതിരിക്കുക, അത് മറന്ന് ചെയ്യാതിരിക്കുക എന്നുള്ള. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എന്താണ് ബിസിനസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ബിസിനസ് എങ്ങനെയുണ്ട് എന്നൊക്കെ എഴുതി അറിയിക്കാം. അതിന് യാതൊരു മടിയും കാണിക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജസ്റ്റ് വിൽ ജംപ് ടു ദ ക്ലാസ് നൗ. ഇന്നത്തെ ഈ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ മാത്രമേ നമ്മളിവിടെ പറയാറുള്ളൂ. അപ്പോ നിങ്ങളുടെ ബിസിനസ്സിൽ എന്താ പറയാ, മിറാക്കിളായിട്ടുള്ള വളർച്ച നേടാൻ സഹായിക്കുന്ന ലളിതമായ ഒരു ഫോർമുല ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ഫോർമുലയുടെ പേരാണ് മിറാക്കിൾ ബിസിനസ് ഗ്രോത്ത് എന്നുള്ളത്. ആ മിറാക്കിൾ ബിസിനസ് ഗ്രോത്ത് വളരെ വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു 4 സ്റ്റെപ്പുകളിലൂടെ പോകുന്ന ഒരു സംഭവമാണ്. ഒന്നാമത്തത് ദ തോട്ട്സ് എന്ന് പറയുന്ന സാധനം. ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചോ, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. തോട്ട്സ് വിത്ത് ഇമോഷൻ ആയിരിക്കണം. നിങ്ങളുടെ ചിന്തകൾക്ക് അതിന് വികാരപരമായ ചിന്തകൾ ഉണ്ടാക്കുക എന്ന് പറയും. ബിസിനസിനെ സംബന്ധിച്ച് ഞാൻ പറയണം, ബിസിനസിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ, വികാരാധീനമായ ചിന്തകൾ ഉണ്ടാക്കുക. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഫോക്കസ് വിത്ത് ഇന്റൻഷൻ എന്ന് പറയും. നമുക്ക് അതിലേക്ക് ശ്രദ്ധ ഉണ്ടാക്കണം, കൃത്യമായ ഉദ്ദേശശുദ്ധിയോടുകൂടി എന്നാണ്. 4ാമത്തെ കാര്യം ആക്ഷൻ എന്ന് പറയുന്നത് അലൈൻമെന്റ് ആക്ഷൻ ആണ്. ആക്ഷൻ വിത്ത് അലൈൻമെന്റ് ഉണ്ടാവണം. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് എങ്ങനെ പോകണം, എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇന്റൻഷൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മിറാക്കിൾ ഫോർമുല ഇസ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻഡ് ഓർ എക്സ്പാൻഡഡ് വിത്ത് പവർഫുൾ യൂസ് ഓഫ് നമ്മുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എന്താണ് തോട്ട്സ് വിത്ത് ഇമോഷൻ എന്ന് പറഞ്ഞാൽ, വാട്ട് യു തിങ്ക് യു ക്രിയേറ്റഡ്, ബട്ട് തോട്ട് വിത്തൗട്ട് ആൻ ഇമോഷൻ ഈസ് ലൈക്ക് എ സ്പാർക്ക് വിത്ത് നോ ഫ്യൂവൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഫ്യൂവൽ ഉണ്ടായിട്ടുള്ള സ്പാർക്ക് കഴിഞ്ഞാൽ അത് ജ്വലിക്കും അല്ലെ, അല്ലെങ്കിൽ ജസ്റ്റ് സ്പാർക്കായി മാറും. അപ്പൊ തോട്ട്സ് വരുന്നത് മാത്രമല്ല കാര്യം, നിങ്ങൾ ഇതിന്റെ ചിന്തിക്കുന്നതിന് മാത്രമല്ല കാര്യം, അതിന് എന്ത് ഇമോഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് വളരെ പ്രധാനമുള്ളതാണ്. അത് നോക്കുക. വിത്ത് സ്പാർക്ക് ഉണ്ടായാൽ മാത്രം കാര്യമില്ല, അതിന് ഫ്യൂവലും കൂടി ഉണ്ടാവണം എന്നല്ല. ഫീൽ ഇറ്റ് ആസ് ഓൾറെഡി ട്രൂ, അത് സംഭവിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സീ യുവർ സക്സസ്, സെലിബ്രേറ്റ് ഇറ്റ് മെന്റലി എന്നുള്ളതാണ് തോട്ട്സ് വിത്ത് ഇമോഷനെ ഫുഡിൽ പറയുന്നത്. ഇങ്ങനെയാണ് സംഭവിക്കുക. ഐ ആം റണ്ണിങ് എ പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ജോയും ഹാപ്പിനെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ഒരാളോട് പറയുന്ന ബിസിനസ്, നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയുണ്ട് ബിസിനസ്, എന്ത് പറയാനാ, വലിയ ഇതില്ല. ഇത് വളരെ ഇമ്പാക്ട് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി മറ്റൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ബിസിനസ് പ്രോഫിറ്റബിൾ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലൂടെ എപ്പോഴും പറഞ്ഞു, റൈറ്റ് യുവർ പ്രോഫിറ്റബിൾ, ഐ എം എ പ്രോഫിറ്റ് മേക്കർ എന്ന് പറയൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മനസ്സിന് അതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും തോട്ട്സ് മാത്രം ഉണ്ടായാൽ മാത്രം പോരാ, അതിന് ഇമോഷൻ കൂടി ചോദിക്കാന്ന്. രണ്ടാമത് പറഞ്ഞ ഫോക്കസ് വിത്ത് ആൻ ഇന്റൻഷൻ എന്ന് പറയും. എന്താണ് എനർജി ഫ്ലോസ് വേർ അറ്റൻഷൻ ഗോസ് എന്ന് പറയും. എവിടെയാണോ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടേക്ക് നിങ്ങളുടെ ഊർജം കൂടി പോകുന്നു. അതിന് ചെയ്യാനുള്ള ഊർജം നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ലെസ്സർ ഫോക്കസ്, നോ ക്ലിയർ ഗോൾ അറ്റ് ദ ടൈം എന്ന് പറയും. അതായത് നമ്മൾ എവിടെയാണോ ശ്രദ്ധ കുറച്ച് കൊടുക്കുന്നത് അതിന്റെ ലക്ഷ്യം നേടാൻ നമ്മൾക്കൂടെ സാധിക്കില്ല. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി ബിസിനസ്സിൽ അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോ നമ്മൾക്ക് എപ്പോഴും നിൽക്കേണ്ടത് ഐ വാണ്ട് മോർ മണി എന്ന് പറയുന്നുണ്ടാവാം, ബട്ട്
കൺസിസ്റ്റന്റ്ലി ഐ ഏൺ 5 lakh പെർ മന്ത് സർവിങ് ഹാപ്പി ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് അവിടെ നടക്കും. നിങ്ങൾക്ക് അവിടെ അറ്റൻഷൻ ക്ലിയർ ആയി കിട്ടും. അപ്പൊ അതിനൊരു ഇന്റൻഷൻ എന്തിനാണ്? ഹാപ്പി ക്ലയൻസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്റൻഷൻ വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രത്യുപകാരമായി നിങ്ങൾക്ക് 5 lakhs പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ കൺസിസ്റ്റന്റ്ലി ഏൺ 5 lakh പെർ മന്ത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഐ വാണ്ട് മോർ മണി, ഐ വാണ്ട് മോർ മണി, ഐ വാണ്ട് മോർ ബിസിനസ്, ഐ വാണ്ട് മോർ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വർക്ക് ചെയ്യില്ല. അപ്പൊ അതിനുവേണ്ടി ഫോക്കസ് വിത്ത് എൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അതിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവരുത്. നോ ഡൗട്ട്, ജസ്റ്റ് ഡയറക്ഷൻ എന്നുള്ള പറയും. നോ ഡിസ്ട്രാക്ഷൻ, നോ ഡൗട്ട്, ജസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. മൂന്നാമത്തെ കാര്യം ആക്ഷൻ വിത്ത് അൻ അലൈൻമെന്റ് എന്ന് പറയുന്നത്. ആക്ഷൻ വിത്തൗട്ട് അൻ അലൈൻമെന്റ് എന്നാണ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ആക്ഷൻ വിത്തൗട്ട് അൻ അലൈൻമെന്റ് ഈസ് ഈക്വൽ ടു ബേൺ ഔട്ട് ആണ്. നമ്മൾ നിരാശയിലേക്ക് പോകും, കത്തിജ്വലിച്ചു പോകും സംഭവം. അപ്പോൾ ആക്ഷൻ വിത്ത് അൻ അലൈൻമെന്റ് ആണെങ്കിൽ, ആക്ഷൻ വിത്ത് അൻ പർപ്പസ് ആണെങ്കിൽ റിസൾട്ട് പ്ലസ് ഗ്രോത്ത് ഉണ്ടാവും. ആക്ഷൻ വിത്ത് എ പർപ്പസ് ഈസ് ഈക്വൽ ടു റിസൾട്ട് പ്ലസ് ഗ്രോത്ത്. നമുക്കതല്ലേ ആവശ്യമുള്ളൂ. അപ്പോ ടേക്ക് എ ഡെയിലി സ്മോൾ സ്റ്റെപ്സ് ടു അലൈൻ യുവർ വിഷൻ എന്ന് പറയും. ടേക്ക് എ ഡെയിലി സ്റ്റെപ്പ് ദാറ്റ് അലൈൻ വിത്ത് യുവർ വിഷൻ. ട്രസ്റ്റ് ഓൺ യുവർ ഗട്ട്, ഫോളോ ഇൻസ്പയർഡ് ഐഡിയാസ്. വളരെ കൃത്യമായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഐഡിയയുമായി മുന്നോട്ട് പോകുക. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ അകത്തുനിന്ന് വരുന്ന ഒരു ജ്വാലയുണ്ടല്ലോ, അതിനെ വിശ്വസിക്കുക, ഇന്റൻഷനെ വിശ്വസിക്കുക. ട്രസ്റ്റ് യുവർ ഗട്ട് എന്ന് പറയും. അതായത് നമ്മുടെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ആ സാധനത്തെ വിശ്വസിക്കുക, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക. ഒരു ചെറിയ മെസ്സേജ് ആവാം, ഒരു വീഡിയോ ആവാം, ഒരു ക്ലിപ്പ് ആവാം, ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യമാവാം. ഇതെല്ലാം നിങ്ങൾ ക്യാൻ ഷിഫ്റ്റ് യുവർ റിയാലിറ്റി എന്ന് പറയുക. ആ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഈസ് ദിസ് ആക്ഷൻ ഈസ് അലൈൻ വിത്ത് യുവർ ബിസിനസ് ഐ സീ ഇൻ മൈ മൈൻഡ് എന്ന് പറയും. നമ്മൾ മനസ്സിൽ കാണുന്നത് എന്റെ ബിസിനസ്സുമായി അലൈൻമെന്റ് ആയിട്ടുണ്ടോ എങ്കിൽ അത് സക്സസ് ആക്കാൻ എളുപ്പമാണ്. നാലാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ട്രസ്റ്റ് എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓൾവേസ് ഗേറ്റ് വേ ടു മിറാക്കിൾ എന്ന് പറയുന്നത്. നന്ദി എന്ന് പറയുന്നത് അത്ഭുതത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടും എന്നാണ്. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഗ്രേറ്റ് വേ ടു കീ ടു മിറാക്കിൾ ആണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് നൽകുമ്പോൾ മാത്രമേ മിറാക്കിൾ നമ്മളിൽ സംഭവിക്കുകയുള്ളൂ. ബി താങ്ക്ഫുൾ ബിഫോർ ഇറ്റ്സ് ഹാപ്പൻ, ദാറ്റ്സ് എ ട്രൂ ഫെയ്ത്ത് എന്നാണ് പൊതുവെ പറയപ്പെടുക. അപ്പോൾ എവറി ടൈം thank you for your clients, thank you for your income, thank you for your life, thank you for your clients coming, thank you for your income is growing, thank you for the life I am living. So such a lot of thanks in giving that. ഇതെല്ലാം ഞാൻ എൻ്റെ ബുക്കിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മിറാക്കിൾ ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത് യുവർ തോട്ട്സ് ആർ പവർഫുൾ, യുവർ ഫോക്കസ് ഈസ് ക്ലിയർ, യുവർ ആക്ഷൻസ് ആർ അലൈൻഡ് ആൻഡ് യുവർ ഹാർട്ട് ഈസ് ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്ന 4 സ്റ്റെപ്പിലൂടെ കടന്നു പോയാൽ ഇറ്റ് വിൽ ഹാപ്പൻ ടു യു ഈച്ച് ആൻഡ് എവറി ടൈം എന്ന് മാത്രം പറയുന്നു. ഗ്രോത്ത് ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ഈ സെഷൻസ് അവസാനിപ്പിക്കാം. ഗ്രോത്ത് ഈസ് നോട്ട് ജസ്റ്റ് പോസിബിൾ ആയ കാര്യം മാത്രമായിട്ട് എടുക്കേണ്ടല്ല, ജസ്റ്റ് നോട്ട് ഇംപോസിബിൾ ആയ ഗ്രോത്ത് ഈസ് നോട്ട് ജസ്റ്റ് പോസിബിൾ എന്നല്ല ചിന്തിക്കേണ്ടത്, ഇറ്റ്സ് ഇൻവെയിറ്റബിൾ ആണ്. നമുക്കത് സാധ്യമാവുന്ന കാര്യം തന്നെയാണ്. ഓരോ ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നതാണ്, ക്ലയൻസിനെ വളർത്താൻ പറ്റുന്നതാണ്. മിറാക്കിളുകൾ ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഒരു സെഷനോട് കൂടി ഈ അത്ഭുതകരമായ ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്ന സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഒരു പുതിയ സെഷനുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ ഇത്തരം ക്ലാസ്സുകൾ നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഓഫീസിലുള്ളവർക്ക്, നിങ്ങളുടെ കൂടെയുള്ള കൊളീഗ്സ്, നിങ്ങളുടെ അവർക്കൊക്കെ കൂടെയുള്ള വർക്കേഴ്സിനൊക്കെ അറിയിച്ചു കൊടുക്കുക. എന്നിട്ട് അവരും കൂടി ഇത് മനസ്സിലാക്കിക്കോട്ടെ. ആ മനസ്സിലാക്കൽ കൊണ്ട് അവർക്ക് ഗണ്യമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ദാറ്റ് വിൽ മേക്ക് യുവർ ബിസിനസ് ഗ്രോ. അത് ഓർക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ദിനേഷ് മുഹമ്മദ് സൈനിങ് ഓഫ്.